We have come into His house and gathering His name to worship Him. We have come into His house and gathering His name to worship Him. We have come into His house and gathering His name to worship Christ the Lord. Worship Him, Jesus Christ the Lord. Worship Him, Jesus Christ the Lord. ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു. ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു. ഞങ്ങൾ നിൻ സന്നിധിയിൽ സർവനീതിയും ആയി തീർന്നതാൻ ഞാൻ പൂർണ്ണനാ. നീയൻ സർവനീതിയും ആയി തീർന്നതാൻ ഞാൻ ഭാഗ്യവാൻ. നീയൻ സർവനീതിയും ആയി തീർന്നതാൻ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദത്തോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ
എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർത്തുന്നോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുമേ, ഓർത്തുന്നോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുമേ. ആർക്കും വേദൻ കൂടെ വാഴാനെന്നു സാധ്യമോ, ആർക്കും വേദൻ കൂടെ വാഴാനെന്നു സാധ്യമോ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുമേ, ആശ വർദ്ധിച്ചിടുമേ. ആശു തന്റെ കൂടെ വാഴാൻ ആശിച്ചിടുമേ, ആശു തന്റെ കൂടെ വാഴാൻ ആശിച്ചിടുമേ. നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ നല്ല തീർപ്പായെന്നു വന്നു ചേർന്നിടുമെന്നെ. ഓ നല്ലവനെ വല്ലഭനെ പൊന്നുകാന്തനെ നല്ല തീർപ്പായെന്നു വന്നു ചേർന്നിടുമെന്നെ. തുല്യമില്ല മോദത്തോട് വീണകളെ തീ, തുല്യമില്ല മോദത്തോട് വീണകളെ തീ. ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനായി. അന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലേ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം. ഹല്ലേലൂയ. അന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലേ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരൊന്നു പാടിയാക്കുമേ, അന്നു തന്റെ ശുദ്ധരൊന്നു പാടിയാക്കുമേ. എന്നെനിക്കും സാധ്യമോ മകൾ സമ്മേളനം, എന്നെനിക്കും സാധ്യമോ മകൾ സമ്മേളനം. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ഓ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുമേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുമേ. ആശു തന്റെ കൂടെ വാഴാൻ ആശിച്ചിടുമേ, ആശു തന്റെ കൂടെ വാഴാൻ ആശിച്ചിടുമേ. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താട്ടെ. അവന്റെ സന്നിധി ചേർന്നിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സമാധാനം തരുന്നതെന്ന് വിശ്വസിക്കുന്നവർ, അതിനപ്പുറമായൊരു സന്തോഷം, അതിനപ്പുറമായൊരു സമാധാനം ഈ ഭൂമിയിൽ ആർക്കും തരുവാൻ കഴിയാത്ത. അധരങ്ങളെ തുറന്ന് കർത്താവിനെ ഒരു നിമിഷം നന്ദി പറഞ്ഞാട്ടെ. നന്ദിയുള്ളവർ, അവന്റെ സ്നേഹം രുചിച്ചറിഞ്ഞവർ, അവന്റെ കൃപ രുചിച്ചറിഞ്ഞവർ, അവരാരും മിണ്ടാതിരിക്കത്തില്ല ഇവിടെ.
ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ 1 ശമൂവേൽ പുസ്തകത്തിനകത്ത് നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു സ്ത്രീയുടെ വിഷയത്തെ മുൻകൂട്ടി കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഹന്നയെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ഹന്നയുടെ വേദന പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങുന്നത്. ഇന്ന് ആരോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ വേദന കാണുന്നൊരു ദൈവമുണ്ടെന്ന്, നിന്നെ അറിയുന്നൊരു കർത്താവുണ്ടെന്ന്. തൻ്റെ മകനെ അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നൽകിയിട്ട് പോകുന്ന രംഗം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി നമ്മൾ നന്നായി അധ്വാനിച്ചു. അവരെല്ലാം അവർ അറിവുള്ളവരാണ്, വചനം നന്നായി അവർക്കറിയാം. ഏത് സമയത്ത് അവരോട് വാക്യം പറഞ്ഞാൽ അവർ പറയും. പക്ഷേ ദൈവമായൊരു എൻകൗണ്ടർ അവരുടെ ജീവിതത്തിൽ നടക്കണം, അതിന് പ്രാർത്ഥന ഉയരണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ആരോടൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എടാ, പ്രാർത്ഥന ഉയർന്നാലേ എൻകൗണ്ടർ സംഭവിക്കത്തുള്ളൂ. എൻകൗണ്ടർ സംഭവിച്ചാലേ അവന് വിടുതലുണ്ടാവത്തുള്ളത്. അവൻ്റെ മനസ്സിനകത്ത് വാക്യം പഠിപ്പിച്ചാൽ അത് അവിടെ കിടക്കത്തേയുള്ളൂ. പക്ഷെ അതിനപ്പുറമായി അവന് ദൈവമായൊരു എൻകൗണ്ടർ ഉണ്ടാകണമെന്ന്. ഇത് ആരൊക്കെ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല, ആരൊക്കെ മനസ്സിലാകുന്നു എനിക്കറിയത്തില്ല. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ആരോടൊക്കെയോ ചില മാതാപിതാക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നീ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ലായിരിക്കും, രഹസ്യം നിന്റെ ബുദ്ധി കൊണ്ട് കഴിയത്തില്ലായിരിക്കും, അതിനപ്പുറമായി ചലിക്കുവാൻ കഴിയുന്നൊരു ശക്തിയുണ്ടെന്ന്. രഹസ്യവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ആ കാലത്ത് ദൈവശബ്ദം കുറഞ്ഞ കാലത്ത് അവൾ തന്റെ മകനുമായി ദൈവാലയത്തിലേക്ക് കടന്നു പോവുക. ദൈവ ശബ്ദമില്ല, ദൈവം സംസാരിക്കുന്നില്ല. പക്ഷെ നീ ചോദിക്കും, എന്തിനാ ഹന്നെ നീ കൊണ്ടു കൊടുക്കുന്നത്? നിന്റെ മകൻ എങ്ങനെ വളരും? നിന്റെ മകൻ ആരെ കണ്ടു പഠിക്കും? മക്കൾ ദൂഷിതം നിറഞ്ഞവരായി, പാപം നിറഞ്ഞവരായി നടക്കുമ്പോൾ നിന്റെ മക്കൾ ആരെ കണ്ടു പഠിക്കും? പക്ഷെ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കൊടുക്കുന്നവനെ ദൈവത്തിന്റെ സന്നിധിയിലാണെന്ന്, ഞാൻ കൊടുക്കുന്നവനെ കർത്താവിന്റെ സന്നിധിയിലേക്കാണെന്ന് വചനം പറയുന്നു. അവൻ പെട്ടകത്തോട് ചേർന്ന് നടന്നെന്ന്, അവൻ പെട്ടകത്തോട് അടുത്തിരുന്നത്. സകലയിടത്തും ദൈവത്തിന്റെ ശബ്ദം കുറഞ്ഞപ്പോഴും ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങിയത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവാരോട് പറയുവാണ്, നീ അവന് ലോകത്തിലുള്ളത് പറഞ്ഞു കൊടുക്കണമെന്ന്. ദൈവത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എല്ലാ വർഷവും ഹന്ന കടന്നു പോകും. അവനോട് പറയും, എടാ നീ പെട്ടകത്തോട് ചേർന്നിരിക്കെ, ഒരിക്കൽ അവൻ നിന്നോട് സംസാരിക്കുമെന്ന്. ഒരിക്കൽ അവൻ നിന്നോട് ഇടപെടുമെന്ന്. എനിക്ക് ഇടപെടാത്തത് മങ്ങിപ്പോയ ശബ്ദം അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചില മാതാപിതാക്കളോട് പറയാൻ ആഗ്രഹിക്കുക. ശൗമേലിനെ മാനിനാക്കി തീർന്നത്, അവനെ ഉയർത്തിയത്, അവനെ ബാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെട്ടത് അവൻ പെട്ടകത്തോട് ചേർന്ന് കിടന്നെന്ന്. ഇന്നിവിടെ ആരാധന വെളിപ്പെടണം. ഓരോ ദൈവ ഭവനങ്ങളും സന്നിധിയിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിച്ചു കൊടുത്ത് കർത്താവിനെ ആരാധിച്ചാട്ടെ. വീരപൂജമെന്നും കുറുകിയിട്ടില്ല, വീരബലമെന്നും കുറഞ്ഞിട്ടില്ല. വീരപൂജമെന്നും കുറുകിയിട്ടില്ല, വീരബലമെന്നും കുറഞ്ഞിട്ടില്ല. കാതുകൾ മന്ദമായിട്ടില്ല, തകരുണയോ കാതുകൾ മന്ദമായിട്ടില്ല, തകരുണയോ ജീവിക്കുന്നു.
ഏകനായേഴയെ കൈവിടില്ല. നിർജീവമായ നിന്നെ ജീവിപ്പിക്കുമേ, ചാരമായി പോയാലും ഉയർപ്പിക്കുമേ. നിർജീവമായ നിന്നെ ജീവിപ്പിക്കുമേ, ചാരമായി പോയാലും ജീവിക്കുന്നു എന്റെ കർത്തൻ. സർവശക്തൻ മരണത്തെ ജയിച്ച സർവശക്തൻ ഉയർപ്പിൻ ശക്തിയെ നൽകിയതാ. മരണത്തെ ജയിച്ച സർവശക്തൻ ഉയർപ്പിൻ ശക്തിയെ നൽകിയതാ. പാലിക്കയില്ല യേശുവിൻ നാമത്തിൽ ജയം ജയമേ. എതിരിയായി പാലിക്കയില്ല യേശുവിൻ നാമത്തിൽ ജയം ജയമേ. ജീവിക്കുന്നു എനിക്കായി സൃഷ്ടി ചെയ്തവനെ, സകലത്തിലും പരിപാലകനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിലും പരിപാലകനെ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനി. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനി. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും. പരിശുദ്ധനേ പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായ. കാരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയും മഹാപ്രഭുവേ. കാരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയും മഹാപ്രഭുവേ. വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, സ്നേഹം പകർത്തവനെ. വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും. പരിശുദ്ധനേ പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഓ പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ആദിയും അന്തവുമായവനെ, ഉറപ്പുള്ള
പാറയും കോട്ടയുമേ, ആദിയും അന്തവുമായവനെ, ഉറപ്പുള്ള പാറയും കോട്ടയുമേ, വഴിയും സത്യവുമായവനെ, ഏകരക്ഷാർഗമായവനെ, വഴിയ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം, ഓ പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം, പരിശുദ്ധനെ പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം. എൽ ശദായ് സർവശക്തൻ ജീവിക്കുന്നു എന്റെ കർത്താവ്. എൽ ശദായ് സർവശക്തൻ ജീവിക്കുന്നു. എൽ ശദായ് എൽ ശദായ് ഓ ശാഖര ബാബാ 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 ഓ എൽ ശദായ് ഹല്ലേലൂയ ശാഖ എൽ ശദായ് എൽ ശദായ് എനിക്കായി ജീവിക്കുന്നവൻ, എനിക്കായി പ്രവർത്തിക്കുന്നവൻ, എനിക്കായി അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. ഓ ശാന്തരാഗ അത്ഭുതാഗ ദേവിയ അശേഹേറിയ ദൂര അഹേറിയ ധാരാഗ അത്ഭരകരക തിരികെ പ്രിയ ശാന്തരാഗ ഹരിയത്തില്ല വിധി എഴുതി കടന്നതിനെ ഒരു ജീവിപ്പാൻ ശക്തിയുള്ളവൻ. ഓ രക കൊണ്ടുവരുന്നവൻ. ഓ ശാന്തരാഗ ദേവിയ അശേഹേറിയ ദൂരാഗ ദേവിയ ധാരാഗ അശേഹേറിയ അശേഹേറിയ ദൂരാഗ ധാരാഗ ഓ നിർജീവമായി പോയതിനെ ജീവിപ്പാൻ കഴിവുള്ളവൻ. ഓ ശാന്തരാഗ ദേവിയ എന്തിനാ ഇത്ര ആരാധിക്കുന്നു ചോദിച്ചു കാണും, എന്തിനാ നീ ഇത്ര പ്രാർത്ഥിക്കുന്നു ചോദിച്ചു കാണും. പക്ഷേ ഉത്തരം അരുളുന്നവൻ ഒരുവനുണ്ട്, അത്ഭുതം ചെയ്യുന്നവൻ ഒരുവനുണ്ട്. നീ എന്തിനാ ഇങ്ങനെ തുള്ളുന്നത്, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ആരാധിക്കുന്നത്? പെട്ടകം യെരൂശലേമിൽ വന്നപ്പോൾ ദാവീദ് പറയുക, എനിക്ക് അവനെ ആരാധിക്കണമെന്ന്. ഞാൻ ആരെയും നോക്കത്തില്ലെന്ന്. കാരണം എന്നെ വിളിച്ചവൻ, എന്നെ വഴി നടത്തിയവൻ, എന്നെ ജീവനോടെ പരിപാലിച്ചവൻ, എന്നെ കൂരിൽ താഴെയും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തവനെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കുമെന്ന്. യഹോവയുടെ ആരാധന ഉയരും.
ഓ പരിശുദ്ധാത്മാവാൽ മുദ്ര ചെയ്യപ്പെട്ടാൽ ശത്രു തുടത്തിൽ നിന്ന് ഇനി എത്ര മ്ലേച്ഛതയുടെ ഉള്ളിൽ നീ കടന്നാലും നിന്റെ കുഞ്ഞുങ്ങളെ നീ എവിടെ കൊണ്ടുവിട്ടാലും അവനെ ശത്രു തുടത്തിൽ നിന്ന് ഷൗമേലാക്കി മാറ്റിയത് അവൻ അമ്മയുടെ പ്രാർത്ഥനയായിരുന്നത്. ഷൗമേലെ താൻ മുതൽ ബേർശേബയിൽ അറിയപ്പെട്ടത് അവൻ സകലത്തിനും ജ്ഞാനമുള്ളവനായി തീർന്നത്. ഒരു സമയം തന്നെ അവൻ പുരോഹിതനും ന്യായപാലകനും അവൻ രാജാവും സകലം ഒരുപോലെ വഹിച്ചവൻ. ഒരമ്മയുടെ പ്രാർത്ഥന ആരോടൊക്കെ പറയുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരത്തില്ലെന്ന്. എത്ര പേർക്ക് പറവാൻ കഴിയും? ഹാടിയനിതാ ദേവാ, ഹാടിയനിതാ, ഹാടിയനിതാ ദേവാ, ഹാടിയനിതാ. അപ്പാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ സഭയെ അപ്പൊ അതിന്റെ സന്നിധി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ കൊണ്ട് കഴിയാത്തത്, ഞങ്ങളെ കൊണ്ട് ചിന്തിച്ചാൽ പോലും കഴിയാത്തത്, അവരുടെ മനസ്സിനെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷേ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു, ആത്മാവിന് ചെന്നെത്താൻ കഴിയാത്ത ഒരു മേഖലയുമില്ലെന്ന്. ഹാടിയനിതാ ദേവാ, ഹാടി. എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? ദേവാ, ഓ ഹാടിയനിതാ ദേവാ, ഹാടിയനിതാ, ഹാടി